അല്ല കോയ, സൈനുദ്ദീനല്ലേ അന്ന് നിൽക്കണത്? 100 വട്ടം ഓൻ തന്നെ. കഴിഞ്ഞ കൊല്ലോ ഓനക്ക് ഞാൻ സക്കാത്ത് കൊടുത്തില്ലേ? ഓൻക്കല്ലേ ഏറ്റവും വലിയ സംഖ്യ സക്കാത്തോർത്ത് 25 ഉറുപ്യ. എന്നിട്ടെന്താ കുതിരക്ക് കണ്ടിട്ടൊരു മൈൻഡില്ലാത്തത്? ഓനിപ്പ ഇമ്മറാജിന്റെ ആളാ. ആഹാ, ജോനാണ്ട് വിളിച്ച. എടാ സൈനുദ്ദീനെ, ഇവിടെ വാടാ. എന്നാടോ കണക്ക് ഇത്ര അഹങ്കാരം കൂടിയത്? മുതലാളി എന്താ അങ്ങനെ പറഞ്ഞത്? പിന്നെ ഞാൻ എങ്ങനെയാടോ പറയേണ്ടത്? ഞാൻ ഇവിടെ വന്ന് ഈ കണ്ടില്ലേ? സത്യമായിട്ടും ഞാൻ ശ്രദ്ധിച്ചില്ല മുതലാളി, പത്രം വായിക്കായിരുന്നു. അതെടോ, ഈ ശ്രദ്ധിക്കൂല. അനക്ക് കൂറിപ്പോ ഉമ്രാജിനോടാണല്ലോ. അടുത്ത കൊല്ലത്തെ റമളാൻ 25-ന് അനക്ക് ഓർമ്മ ഉണ്ടാവുള്ളൂ. സക്കാത്ത് വേണല്ലോ, സക്കാത്ത്. ഇതാ ഇനി നിങ്ങളെ കാണുമ്പോ ഓച്ചാൻസ് നിൽക്കണ്ടല്ലോ. കൊല്ലത്തില് 10-20 ഉറുപ്പ്യ സക്കാത്ത് കിട്ടിയാലൊന്നും പാവങ്ങളെ പ്രശ്നം തീരൂല മുതലാളി. ഇനിയിപ്പോ ഒരു 100 കൊല്ലം കഴിഞ്ഞാലും തീരൂല. ഇതാ അത് കണ്ടോ, അതിപ്പോ എന്റെ സ്വന്തം വണ്ടിയാ. മഹലിലെ സക്കാത്ത് കമ്മിറ്റി വാങ്ങി തന്നത്. ഒരു ദിവസം ചെലവ് വെച്ച് 100-150 ഒക്കെ ബാക്കി കിട്ടും. എന്റെ കുടുംബത്തിന് കഴിയാൻ അത് തന്നെ ധാരാളം മതി. ഇനി എനിക്ക് സക്കാത്ത് വേണ്ട. പടച്ചോന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ 4-5 കൊല്ലത്തിന്റെ ഉള്ളില് സക്കാത്ത് ഞാൻ അങ്ങോട്ട് തരും. പോലെ ഈയൊക്കെ ഒരു ഒലത്തു ഒരു സക്കാത്ത് കമ്മിറ്റി. എന്നാടാ ഈ സക്കാത്ത് കമ്മിറ്റി ഉണ്ടായത്? നമ്മളെ വാപ്പാപ്പാന്റെ കാലം മുതല് സക്കാത്ത് ഒറ്റയ്ക്കാ കൊടുത്തത്. ഇപ്പൊ മഹലിന് പുതിയ പ്രസിഡന്റ് വന്നപ്പോ സക്കാത്തൊക്കെ കമ്മിറ്റിയാക്കി. ഇതാ ബനൊക്കെയല്ലേ സക്കാത്ത് കമ്മിറ്റി. വാപ്പപ്പന്മാരുടെ കാലം മുതൽ സക്കാത്ത് കൊടുക്കാൻ തുടങ്ങിയിട്ട് എത്ര പാവങ്ങൾ രക്ഷപ്പെട്ടു മുതലാളി. ഈ വർഷം സക്കാത്ത് കമ്മിറ്റി സൈനുദ്ദീൻ ഓട്ടോ വാങ്ങിക്കൊടുത്തു. 4 കുടുംബങ്ങൾക്ക് പശുക്കൾ, 5 കുടുംബങ്ങൾക്ക് തയ്യൽ മെഷീൻ നൽകി, 3 വീടുകൾ റിപ്പയർ ചെയ്തു. പാവപ്പെട്ട 11 കുട്ടികളുടെ വിദ്യാഭ്യാസം കമ്മിറ്റി ഏറ്റെടുത്തു. 28 വീടുകളിൽ സാമ്പത്തിക സഹായം നൽകി. 5 കൊല്ലം കൊണ്ട് ഈ മഹലിൽ ഒറ്റ പാവപ്പെട്ടവനും ഉണ്ടാവില്ല മുതലാളി. അതാണ് സംഘടിത സക്കാത്തിന്റെ നേട്ടം. പിന്നെ സക്കാത്ത് കിട്ടിയവന് പ്രമാണിമാരെ കാണുമ്പോൾ ഓച്ചാനിച്ച് നിൽക്കുകയും വേണ്ട. അത് മറ്റൊരു നേട്ടം.